എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കണ്ണൻ്റെ ജസ്ന, നമ്മുടെ പാവങ്ങളായ ഹിന്ദു സഹോദരങ്ങളെ പറ്റിച്ചും ഊമ്പിച്ചും വെട്ടിച്ചും കാശ്, അതായത് കണ്ണൻ്റെ പടം വരച്ചു കൊടുത്ത് വളരെയധികം, അതായത് ജസ്ന വരച്ച പടം വീട്ടിൽ വെച്ചടി കയറ്റമെന്നാണ് പറയുന്നത്. പക്ഷെ ആ വെച്ചടി കയറ്റം എല്ലാവരും ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാം വെച്ച് താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടാണ് റിയാക്ഷനായിട്ട് ജസ്നയൊക്കെ കൊടുക്കുന്നത് മറുപടികൾ. അതായത് ജസ്ന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ റിയാക്ഷൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വേറെ മറ്റൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്. ഈ നാട്ടിലെല്ലാവരും ബിരിയാണി വെക്കുന്നത് നിങ്ങൾ ആയിക്കണം, ബിരിയാണി വെക്കുന്നത് സോപ്പ് പൊടിയിൽ കഴുകി എടുത്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. കാരണം ജസ്നയുടെ ഉമ്മയും പാപ്പായും, അതായത് ജസ്നയുടെ കുടുംബക്കാരും മൊത്തം സോപ്പ് പൊടിയിട്ട് കഴുകിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം, പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ കണ്ണ് എവിടെയെങ്കിലും തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് വെച്ചോണം, മറക്കരുത്. കാരണം അത്രയ്ക്കും കണ്ണ് പൊട്ടുന്ന രീതിയിലുള്ള ആക്ടിങ് ആണ് ജസ്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ശാരദാമ്മയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ആക്ടിങ്ങുമായിട്ടാണ് ജസ്ന അത്രയ്ക്ക് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വീഡിയോ കണ്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാൻ ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ജസ്റ്റ് ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും, കണ്ടുപോയിക്കോ. എങ്ങനെ ഇതാക്കണം, അരി സോപ്പിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഇപ്പതേ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി ഞാനിങ്ങനെ ജീവിക്കുന്നു. നിങ്ങളെന്താ വിചാരിച്ചേ? എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞ് ഞാൻ കഥയിലത് ജീവിതത്തെ മാതിരി ഇപ്പം കരയും ഞാനെന്നോ? നല്ല സന്തോഷമുണ്ടല്ലേ? അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഞാനിത് റിയാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ എനിക്കത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കാണണം എന്നുള്ളവർക്ക് അത് കാണാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് ലൈവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്നയോട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ അയച്ചു. ജസ്നയുടെ ഭർത്താവ് സലീം എവിടെ, ഉണ്ടോ ഇല്ലയോ, അതിന് ബന്ധം വേർപിരിഞ്ഞോ, അങ്ങനെ ഒരാളുണ്ടോ? കാരണം കമൻറ്റ് ബോക്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം വിഷമിച്ച് പോകും. കാരണം ഒരു പെണ്ണിൻ്റെങ്കിലും ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ. കാരണം ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ടാണ്, പല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതവർ ചിന്തിക്കും, കാരണം ഇങ്ങനെ ഒരാളുണ്ടോ. കാരണം ഒരു സഹോദരൻ എന്ന രീതിയിൽ ഒരുത്തനെ കൂടെ കൊണ്ട് കിടക്കുക, ഉടുപ്പ് പോലും ഇടാതെ വീഡിയോ ചെയ്യുക, അവനെ കെട്ടിപ്പിടിക്കുക, അവനെ പിടിച്ച് ഉമ്മ വെക്കുക, അവനോട് ഒരേ വീട്ടിൽ താമസിക്കുക, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലുള്ളവർ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും സംശയമാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും വലിയ കാര്യമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് മീഡിയയ്ക്ക് മുന്നേ വന്നിരുന്നിട്ട് ഇങ്ങനൊരു പുതിയ ഒരു എന്താ പറയുക, നമ്മളെ ശാരദാമ്മയില്ലേ, നമ്മളെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരായ നായികയാണ്. ശാരദാമ്മയെ വെല്ലുന്ന അഭിനയവുമായിട്ടാണ് ഇവള് വന്ന് അതിൻ്റെ അകത്തിരുന്ന് കുരയ്ക്കുന്നത്. ഈ പറ ഓരോരുത്തർക്ക് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം അതൊക്കെ ഉദ്ദേശിക്കുന്ന അതേപോലത്തെ വ്യക്തിയായിട്ടുള്ള നിന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്ത് പോകും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ കാരണം. ജസ്റ്റ് നിങ്ങൾ കാണുന്നവർ, അതായത് ഇവളെ വീട്ടിൽ ഇവളെ ഉമ്മായും വാപ്പായും അല്ലെങ്കിൽ ഇവളെ ഡാഡിയും മമ്മിയും പഠിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ ബിരിയാണി അരി സോപ്പിലിട്ട് കഴുകി മണം പോയി അത് കഴിഞ്ഞിട്ടാണ് അത് കെട്ടുന്നത്, ബിരിയാണി വെച്ച് തിന്നുന്നത്. ഇവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ മത്തി മേടിച്ചാലും സോപ്പ് പൊടിയിട്ട് കഴുകിയിട്ടായിരിക്കും ചിലപ്പോൾ വെക്കുക. അതിപ്പോൾ അവളുടെ സംസ്കാരം അതായതുകൊണ്ടായിരിക്കും അവളിത് പറയാൻ കാരണം. പക്ഷേ ഇതെല്ലാം മറ്റുള്ളവരൊക്കെ വെറും ഊളയാണെന്ന് വിചാരിച്ചിട്ട് ഇവള് ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഇത് റിയാക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്. കാരണം ഇതേപോലത്തെ കൂതറയായിട്ടുള്ള ഇതേമാതിരിയുള്ള അവളുമാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. കാരണം ഇവിടെയൊക്കെ തന്തയും തള്ളയും പോലും പറയിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പം ഗതികേട് കൊണ്ടായിരിക്കും ഇവിടെയൊക്കെ തന്തയും തള്ളയൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവരൊക്കെ റിയാക്ട് ചെയ്യണമല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ അഴിഞ്ഞാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബത്തിലുള്ള തന്തയും തള്ളയും വിലക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയുള്ളതാണ്. അപ്പം ഇതൊന്നും ഇവളെ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത്. ഇപ്പം ഇവളെ പോലുള്ളത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക, മാക്സിമം ഇവളെ നിന്ന് വീഡിയോസ് പോലെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.